ഒരു രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രി സ്വന്തം രാജ്യത്തെ പൗരന്മാരെ നോക്കി പരസ്യമായി ഇങ്ങനെയൊക്കെ പറയാൻ ധൈര്യപ്പെടുന്നുവെങ്കിൽ ആ ഭരണകൂടത്തിന്റെ ക്രൂരത എന്തുമാത്രം ഭീകരമായിരിക്കണം. സ്വന്തം മണ്ണിൽ ജീവനും ജീവിതത്തിനും വേണ്ടി യാചിച്ച മനുഷ്യർക്ക് നേരെ ചോരപ്പുഴ ഒഴുക്കിയിട്ട് അതിനെ ന്യായീകരിക്കുന്ന പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഗവാജ ആസിഫിന്റെ വാക്കുകൾ കേട്ട് ലോകം തന്നെ ഞെട്ടിയിരിക്കുകയാണ്. അവർ ഇന്ത്യയെ പോലെ ശത്രുക്കളാണ്, വെടിവെച്ച് കൊന്നത് ശരിയായി, സ്വന്തം രാജ്യത്തെ ജനങ്ങളെ ശത്രുപക്ഷത്ത് നിർത്തി വേട്ടയാടാൻ ആഹ്വാനം ചെയ്യുന്ന ഈ നിലപാട് ഒരു ഭരണകൂടത്തിന്റെ സമ്പൂർണ്ണ ധാർമ്മിക അധപതനമാണ് വരച്ചു കാട്ടുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ പാക് അധിനിവേശ കശ്മീരിൽ സംഭവിച്ചത്? എന്തിനാണ് ഇത്രയും തരം താഴ്ന്ന ഒരു പ്രസ്താവനയുമായി പാക് മന്ത്രി രംഗത്ത് വന്നത്? നമുക്ക് പരിശോധിക്കാം. ചരിത്രത്തിൽ എവിടെയെങ്കിലും സ്വന്തം രാജ്യത്തെ പൗരന്മാരെ, അതും സ്വന്തം അധീനതയിലുള്ള പ്രദേശത്ത് ഭരണഘടനാ അവകാശങ്ങൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ചതിന് ഇന്ത്യയെ പോലെയുള്ള ശത്രുക്കൾ എന്ന് വിളിച്ച് ആക്ഷേപിക്കുകയും അവരെ വെടിവെച്ച് കൊല്ലുന്നത് 100% ശരിയാണെന്ന് പരസ്യമായി ന്യായീകരിക്കുകയും ചെയ്യുന്ന ഒരു പ്രതിരോധ മന്ത്രി ഉണ്ടാകുമോ? ലോകത്ത് പാകിസ്ഥാനിലല്ലാതെ മറ്റെവിടെയും ഇത്തരം രാഷ്ട്രീയ ഇത് കാണാൻ കഴിയില്ല. പാക് അധീന കാശ്മീരിൽ ജോയിന്റ് അമാവി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അരങ്ങേറിയ ജനകീയ പ്രക്ഷോഭത്തെ ചോരയിൽ മുക്കിക്കൊന്ന പാകിസ്ഥാൻ സർക്കാരിന്റെ ക്രൂരതയും അതിനെ ന്യായീകരിച്ച് രംഗത്ത് വന്ന ആ രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രി ഗവാജ ആസിഫിന്റെ നിലപാടുകളെയും കീറിമുറിച്ച് പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്നത് പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ യഥാർത്ഥ മുഖമാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി പാക് അധിനിവേശ കാശ്മീർ ശാന്തമല്ല. അവിടുത്തെ സാധാരണ ജനങ്ങൾ കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടിയ ജനങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം എന്നതുപോലും കിട്ടാക്കനിയായി മാറിയിരിക്കുന്നു. ഇതിനു പുറമെയാണ് പ്രദേശത്തെ സഹിക്കാനാവാത്ത വൈദ്യുതി പ്രതിസന്ധി. മണിക്കൂറുകളോളം നീളുന്ന ഇരുട്ടിൽ ജനങ്ങൾ വീടുകളിൽ കഴിയുമ്പോൾ പാകിസ്ഥാൻ ഭരണകൂടമാകട്ടെ ഇവിടുത്തെ സമ്പത്തുകൾ മുഴുവൻ കൊള്ളയടിക്കുകയാണ്. ഭരണാധികാരികളുടെ ഈ അടിച്ചമർത്തൽ നയങ്ങൾക്കും സാമ്പത്തിക ചൂഷണങ്ങൾക്കും എതിരെയാണ് ജോയിന്റ് അമാവി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനങ്ങൾ തെരുവിലിറങ്ങിയത്. തങ്ങൾക്കും മാന്യമായി ജീവിക്കാനുള്ള അവകാശമുണ്ടെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അവർ നടത്തിയ സമാധാനപരമായ പ്രതിഷേധ മാർച്ച് പാക് സർക്കാരിന്റെ ഉറക്കം കെടുത്തി. ജനങ്ങളുടെ രോഷം കണ്ട് വിറളി പൂണ്ട പാകിസ്ഥാൻ ഭരണകൂടം ചെയ്തത് ചർച്ചകൾക്ക് തയ്യാറാകുകയല്ല, മറിച്ച് ക്രൂരമായ അടിച്ചമർത്തൽ നടപ്പിലാക്കുകയാണ്. പാക് സൈന്യം പ്രതിഷേധക്കാർക്ക് നേരെ യാതൊരു ദയവുമില്ലാതെ തുരുതുരെ വെടിയുതിർത്തു. വെടിവെപ്പിൽ 14 നിരപരാധികളായ സാധാരണക്കാരാണ് തൽക്ഷണം കൊല്ലപ്പെട്ടത്. നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. പ്രദേശത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത ഏറ്റവും വലിയ ഒരു സംഭവമാണ് അവിടെ നടന്നത്. സ്വന്തം രാജ്യത്തെ പൗരന്മാർ അടിസ്ഥാന സൗകര്യങ്ങൾ ചോദിച്ചപ്പോൾ പാകിസ്ഥാൻ സമ്മാനിച്ചത് ചോരയും കണ്ണീരുമായിരുന്നു. കോലാഹലങ്ങൾ സൃഷ്ടിക്കുകയും മനുഷ്യാവകാശ സംഘടനകൾ പാകിസ്ഥാനെതിരെ കടുത്ത വിമർശനങ്ങളുമായി രംഗത്ത് വരികയും ചെയ്തു. സ്വന്തം രാജ്യത്തെ പൗരന്മാരെ വെടിവെച്ച് കൊന്നതിന് ലോകത്തിന് മുന്നിൽ ഉത്തരം പറയാൻ കഴിയാതെ പകച്ചു നിന്ന പാകിസ്ഥാൻ മന്ത്രിസഭയാണ് പിന്നീട് ഈ നാണം കെട്ട ന്യായീകരണവുമായി മുന്നോട്ട് വന്നത്. പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഗവാജ ആസിഫ് ഒരു ടെലിവിഷൻ ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് ആ വിദ്വേഷ പ്രസ്താവന നടത്തിയത്. പ്രതിഷേധക്കാരെ ഇന്ത്യയെ പോലെയുള്ള ശത്രുക്കളായിട്ടാണ് കാണുന്നത്. അവരെ അങ്ങനെ തന്നെ വേണം കാണാൻ. ഇതിന് പിന്നിലുള്ള ലക്ഷ്യങ്ങൾ വളരെ വ്യക്തമാണ്. ഒന്ന്, സ്വന്തം പരാജയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കൽ. പാകിസ്ഥാനിലെ സമ്പദ് വ്യവസ്ഥ തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. വിലക്കയറ്റവും പട്ടിണിയും നിയന്ത്രിക്കാൻ സർക്കാരിനാകുന്നില്ല. ഈ പരാജയം മറച്ചുപിടിക്കാൻ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കേണ്ടത് പാക് ഭരണകൂടത്തിന്റെ ആവശ്യമാണ്. 2, എല്ലാത്തിനും പിന്നിൽ ഇന്ത്യ എന്ന സ്ഥിരം പല്ലവി. പാകിസ്ഥാനിൽ എന്ത് ജനകീയ പ്രതിഷേധമുണ്ടായാലും അത് പാക് സർക്കാരിന്റെ കുറ്റങ്ങൾ കൊണ്ടല്ല, മറിച്ച് ഇന്ത്യയുടെ ഗൂഢാലോചനയാണെന്ന് വരുത്തി തീർക്കുകയാണ് ഇവരുടെ പതിവ് തന്ത്രം. POKയിൽ സമരം ചെയ്തവരെ ഇന്ത്യൻ ഏജന്റുമാരായി മുദ്രകുത്തി വെടിവെച്ച് കൊന്നതിനെ ന്യായീകരിക്കാനാണ് ഗവാജ ആസിഫ് ഇന്ത്യയുടെ പേര് വലിച്ചിഴച്ചത്. 3, ഭയത്തിന്റെ രാഷ്ട്രീയം. ജനങ്ങൾ സർക്കാരിനെതിരെ ശബ്ദമുയർത്തിയാൽ തോക്കിൻ മുനയിൽ അവരെ അടിച്ചമർത്തുമെന്ന ഭയം വിതയ്ക്കുക എന്നതാണ് ഈ പ്രസ്താവനയുടെ പ്രധാന ലക്ഷ്യം. ഒരു രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രി എന്ന് പറയുമ്പോൾ രാജ്യത്തെയും അതിലെ പൗരന്മാരെയും പുറത്തുനിന്നുള്ള ഭീഷണികളിൽ നിന്ന് സംരക്ഷിക്കുന്നവരാണ്. എന്നാൽ പാകിസ്ഥാനിൽ കാര്യങ്ങൾ നേരെ തിരിച്ചാണ്. സ്വന്തം രാജ്യത്തെ പൗരന്മാരുടെ നെഞ്ചിലേക്ക് വെടിയുതിർക്കാൻ
സൈന്യത്തിന് ഉത്തരവിടുകയും അത് ചെയ്തത് നന്നായി എന്ന് പരസ്യമായി ടെലിവിഷനിൽ വന്ന് വീമ്പിളക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് ആ കസേരയിൽ ഇരിക്കാൻ എന്ത് ധാർമ്മിക അവകാശമാണുള്ളത്? നിങ്ങൾ തന്നെ പറയുക. പ്രതിരോധം എന്ന വാക്കിന്റെ അർത്ഥം പോലും അറിയാത്ത, സ്വന്തം ജനങ്ങളെ ശത്രുപക്ഷത്ത് നിർത്തി വേട്ടയാടുന്ന ഇത്തരക്കാർ ഭരിക്കുന്ന ഒരു രാജ്യം ലോകത്തിന് തന്നെ ഒരു ശാപമല്ലേ? പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിയുടെ ഈ പ്രസ്താവന രാജ്യത്തിന്റെ യഥാർത്ഥ മുഖം ലോകത്തിന് മുന്നിൽ ഒരിക്കൽ കൂടി തുറന്നു കാണിച്ചിരിക്കുകയാണ്. സ്വന്തം പൗരന്മാരെ മൃഗങ്ങളെ പോലെ വേട്ടയാടുകയും അതിനെ ന്യായീകരിക്കാൻ മന്ത്രിമാർ തന്നെ നേരിട്ട് രംഗത്തിറങ്ങുകയും ചെയ്യുന്ന ഈ അവസ്ഥ പാകിസ്ഥാൻ ഒരു പരാജയപ്പെട്ട രാഷ്ട്രീയമായി എന്നതിന്റെ നേർക്കാഴ്ചയാണ്. POKയിലെ ജനങ്ങൾ ഇന്ന് ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം ഇതായിരിക്കും: ഞങ്ങൾ പാകിസ്ഥാന്റെ പൗരന്മാരാണോ, അതോ നിങ്ങളുടെ വെടിയുണ്ടകൾ തീർക്കാനുള്ള ഇരകൾ മാത്രമാണോ? ഈ ചോദ്യത്തിനു മുന്നിൽ ഉത്തരമില്ലാതെ വിറങ്ങലടിഞ്ഞു നിൽക്കുന്ന പാക് ഭരണകൂടത്തിന്റെ ക്രൂരതകൾക്ക് അധികകാലം ആയുസില്ല എന്ന് തന്നെ പറയാം. ജനങ്ങളെ ശത്രുക്കളായി കാണുന്ന ഒരു ഭരണകൂടത്തിന് ചരിത്രത്തിൽ എവിടെയും ദീർഘനാൾ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. പാകിസ്ഥാന്റെ ഈ പതർച്ച അവരുടെ തന്നെ ഒടുക്കത്തിലേക്കുള്ള തുടക്കമായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പാക് അതിന് കശ്മീരിൽ അരങ്ങേറിയ ഈ കൂട്ടക്കൊലയും അതിനെ ന്യായീകരിച്ച് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി നടത്തിയ ഈ പ്രസ്താവനയും വെറുമൊരു ഒറ്റപ്പെട്ട സംഭവമല്ല, മറിച്ച് തകർന്നടിഞ്ഞൊരു ഭരണകൂടത്തിന്റെ വിറളി പൂണ്ട ഭയത്തിന്റെ അലറലുകളാണ്. പട്ടിണിയും വിലക്കയറ്റവും കൊണ്ട് പൊറുതിമുട്ടി ജീവനും കൊണ്ട് തെരുവിലിറങ്ങിയ മനുഷ്യർക്ക് നേരെ തോക്കുകളേന്തിയ പാക് സൈന്യത്തിന്റെ ക്രൂരതയും അതിന് കൂട്ടുനിൽക്കുന്ന മന്ത്രിമാരുടെ മുഖം മൂടിയും കീറിമുറിച്ച് പരിശോധിക്കുമ്പോൾ പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ അന്ത്യം എത്ര പെട്ടെന്നായിരിക്കുമെന്ന് നമുക്ക് വ്യക്തമാകും. പ്രതിരോധ മന്ത്രി എന്ന വാക്കിന്റെ അർത്ഥം പോലും മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. ലോകത്തിലെ ഏത് രാജ്യം എടുത്താലും രാജ്യത്തിന്റെ അതിർത്തിയും അവിടുത്തെ പൗരന്മാരെയും പുറത്തുനിന്നുള്ള ആക്രമണങ്ങളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും സംരക്ഷിക്കേണ്ടവരാണ് പ്രതിരോധ മന്ത്രി. അല്ലാതെ രാജ്യത്തെ ജനങ്ങളുടെ മേൽ അക്രമങ്ങൾ അഴിച്ചുവിടാൻ സൈന്യത്തിന് ഉത്തരവ് നൽകുകയും പൗരന്മാരെ വെടിവെച്ചു കൊന്നതിൽ സന്തോഷം കണ്ടെത്തുകയും ചെയ്യുന്നവനല്ല. സ്വന്തം നാട്ടുകാരെ മൃഗങ്ങളെ പോലെ കൊന്നൊടുക്കിയിട്ട് അവർ ഇന്ത്യയെ പോലെ ശത്രുക്കളാണ്, അതുകൊണ്ട് വെടിവെച്ച് കൊന്നത് ശരിയായി എന്ന് പരസ്യമായി വീമ്പിളക്കുന്ന ഒരു പ്രതിരോധ മന്ത്രി പാകിസ്ഥാനിലല്ലാതെ ലോകത്ത് വേറെ എവിടെയെങ്കിലും ഉണ്ടാകുമോ? രാജ്യത്തെ സംരക്ഷിക്കേണ്ടവൻ തന്നെ സ്വന്തം ജനങ്ങളുടെ പേരിൽ നരവേട്ട നടത്തുമ്പോൾ പാകിസ്ഥാൻ എന്ന രാജ്യം എത്രമാത്രം അധംപതിച്ചു പോയി എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രതിരോധം എന്ന വാക്കിന്റെ അർത്ഥം പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് സ്വന്തം ജനങ്ങളുടെ ചോര കുടിക്കാൻ ആർത്തി കാണിക്കുന്ന ഈ കാട്ടാളന്മാർക്ക് മുന്നിൽ തകർന്നടിഞ്ഞ പാകിസ്ഥാൻ എന്ന രാഷ്ട്രീയത്തിന്റെ തനി നിറം ഇതാ ലോകത്തിന് ഇപ്പോൾ പൂർണ്ണമായും മനസ്സിലായി കഴിഞ്ഞു. ഇങ്ങനെയൊക്കെ വിളിച്ചു പറയാൻ ഇവർക്കൊക്കെ എങ്ങനെ കഴിയുന്നു? രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനായാലും ഇനി അസിം മുനീറിനായാലും പിന്നിൽ നിന്ന് ആട്ടിപ്പായിക്കുന്ന സൈനിക മേധാവികളായാലും പാകിസ്ഥാന്റെ തലപ്പത്തിരിക്കുന്ന ഈ കൊടും ക്രൂരന്മാരുടെയൊക്കെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ഇതിലൂടെ വ്യക്തമല്ലേ? സ്വന്തം രാജ്യത്തെ പൗരന്മാരെ ഇന്ത്യയുടെ ചാരന്മാരായും ശത്രുക്കളായും ചിത്രീകരിച്ച് വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിടുന്ന ഇവർക്ക് ആ നാടുകളിൽ ഭരണം നടത്താൻ എന്ത് ധാർമ്മിക അവകാശമാണുള്ളത്? പാക് അതിന് കശ്മീരിൽ അരങ്ങേറിയ ഈ സംഭവം അതിനെ ന്യായീകരിച്ചുകൊണ്ട് പ്രതിരോധ മന്ത്രി, പ്രധാനമന്ത്രിയും അല്ലെങ്കിൽ ആർമി മേധാവിയും ഒക്കെ നടത്തുന്ന ഈ ന്യായീകരണങ്ങളും വ്യക്തമാക്കുന്നത് പാകിസ്ഥാൻ ഒരു സ്റ്റേറ്റ് എന്ന നിലയിൽ സമ്പൂർണമായി പരാജയപ്പെട്ടു കഴിഞ്ഞു എന്ന സത്യമാണ്. തങ്ങളുടെ കഴിവുകേടും സാമ്പത്തിക തകർച്ചയും മൂടിവെക്കാൻ ഇന്ത്യ എന്ന ശത്രുവിനെ സൃഷ്ടിക്കുന്ന ഇവർ ഇന്ന് സ്വന്തം രാജ്യത്തെ പൗരന്മാരെയും അതേ ശത്രുപക്ഷത്ത് നിർത്താൻ മടിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അവകാശങ്ങൾ ചോദിച്ച് തെരുവിലിറങ്ങുന്ന പാവം ജനങ്ങൾക്ക് നേരെ തോക്കുകൾ നീളുന്നത് പാകിസ്ഥാന്റെ സൈനിക ഭ്രാന്തിന്റെ ആഴമാണ് കാണിക്കുന്നത്. എന്തായാലും പാകിസ്ഥാന്റെ ഈ ഒരു തരം താഴ്ന്ന അവസ്ഥയെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.